തൊഴിലാളികളുടെ കലാകാരന്മാരുടെ മണ്ണായ കൊല്ലത്തേക്ക് നവകേരള സദസ്സിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്ന് എം മുകേഷ് MLA. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവകേരള സദസ്സിന് കൊല്ലം ഒരുങ്ങി. ഒപ്പം നമ്മുടെ കൊല്ലത്തിൻ്റെ സാംസ്കാരിക മുഖം കൊല്ലത്തിൻ്റെ MLA എം മുകേഷ്. മുകേഷണ്ണ, എങ്ങനെയാണ് ഇപ്പോൾ നവകേരള സദസ്സ് ഒരു വോട്ടർ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഒരു വോട്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അല്ല, വലിയ ആവേശത്തിലാണ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് ചരിത്ര സംഭവം എടുത്താലും കൊല്ലത്തിൻ്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ രീതിയിലുള്ള ഒരു റോള് വഹിച്ചിരുന്നതും വഹിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ജില്ലയാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു എടുപ്പുകുതിര എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇത്തരത്തിലുള്ള എടുപ്പുകുതിരകൾ ഉള്ള ഒരുപാട് ഉത്സവങ്ങൾ, ആവേശത്തിൻ്റെ തിമിർപ്പുള്ള ഉത്സവങ്ങൾ കൊല്ലത്തുണ്ട്, കലാപരിപാടികളുണ്ട്, സാംസ്കാരിക സമുച്ചയം തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രതാപം കൊല്ലത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏത് കലാപരിപാടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും കൊല്ലത്താണ് വന്നുകൊണ്ടിരുന്നത്. നാടകമാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ബാലയാണെങ്കിലും ഗാനമേളയാണെങ്കിലും കഥകളിയാണെങ്കിലും ഇനി എന്ത് കലാരൂപമാണെങ്കിലും കൊല്ലത്ത് വന്നിട്ടാണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് കൊല്ലത്തായിരുന്നു. അപ്പോൾ ആ ഒരു സമ്പന്നമായിട്ടുള്ള കാലഘട്ടം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് കൊല്ലം. ഈ നവകേരള സദസ്സ് തീർച്ചയായിട്ടും കൊല്ലത്തുള്ള മറ്റുള്ള കൊല്ലം തൊഴിലാളികളുടെ ഒരു ജില്ലയും കൂടെയാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് കലാകാരന്മാരുടെ ഒരു സ്ഥലവും കൂടെയാണ്. ആ ആവേശം കലാപരിപാടികളിലും കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഗംഭീരമായിട്ട് വന്നിരിക്കുകയാണ്. അത് 19-ാം തീയതി ഒരു ചരിത്ര സംഭവമായി കൊല്ലം മാറാൻ പോവുകയാണ്. അതായത് ഒന്ന് തൊഴിലാളികളുടെ ജില്ലയാണ് കൊല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു, ഒപ്പം കലാകാരന്മാരുടെ ജില്ല കൂടിയാണ്. അതുകൊണ്ട് ആ രണ്ടു പേർക്കും അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗത്തിനും ഉത്സവ പ്രതീതിയാണ് അവരുടെയൊക്കെ മനസ്സിൽ. കൊല്ലത്തു നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.